അതിന് പൊടിച്ചു കൊടുത്തല്ലോ. ലോക്സഭാ ഇലക്ഷൻ്റെ ആ എല്ലാ തിരിമറികളെയും കള്ളത്തരങ്ങളെയും പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ പൊളിച്ചു കൊടുത്തല്ലോ. അവിടെ കിട്ടിയ വോട്ട് എന്ത് ചെയ്യും? 2 ലക്ഷം വോട്ട്. ആ വോട്ടോടെ പോയി. തീർച്ചയായിട്ടും BJP യുടെ പ്രശ്നമേ അല്ല. അല്ല, BJP യുടെ ഒരു വലിയ കഥ പറഞ്ഞവർക്കെല്ലാം മനസ്സിലായി അത് സോപ്പ് കുമളയായിരുന്നു. മാത്രമല്ല BJP കിട്ടിയ വോട്ട് ഏത് വോട്ടാണെന്ന് മനസ്സിലായി. തൃശ്ശൂരിൽ നിന്നൊരു MP ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കളിച്ച ആ കള്ളക്കളിയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആ കളിയൊന്നും ആവർത്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സംശയമൊന്നും ആർക്കും വേണ്ട. തൃശ്ശൂരിൽ LDFന്റെ വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. മൂന്നൻ്റെ വർഗപാരമ്പര്യത്തെ ഈ പാർട്ടി മാനിച്ചിട്ടുണ്ട്. മൂന്നൻ വന്ന വഴിയെ ഞങ്ങൾ മാനിച്ചിട്ടുണ്ട്. ജീവിത രീതിയെ ഞങ്ങൾ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്നനെ നേതാവാക്കി വളർത്തിയെടുത്തു. വേറെ ആരുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CC മൂന്നനാക്കിയത്, നേതാവാക്കിയത്, നാടിനെ പരിചയപ്പെടുത്തിയത്, MLA ആക്കിയത്. ആ മൂന്നനാണ് സ്വന്തം ചോരയെ വഞ്ചിച്ചുകൊണ്ട്, സ്വന്തം വർഗത്തെ വഞ്ചിച്ചുകൊണ്ട് കൂട് വിട്ട് കൂട് മാറിപ്പോയത്. എന്നിട്ട് എവിടെയാണ് പോയത്? ആദ്യം പോയത് ചേക്കാറായി കോൺഗ്രസിലേക്കാണ്. ഡൽഹി വരെ പോയി. കോൺഗ്രസ് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചപ്പോഴത്തേക്കും നേരെ വന്ന് ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള BJP പാളത്തിലേക്ക് എത്തി. അങ്ങനെ കളം വിട്ട് മാറുന്ന ഒരാളെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലവലേശം സംശയമില്ല. വർഗവഞ്ചകനാണ്. വർഗവഞ്ചകന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു സ്ഥാനവും മാപ്പും ഉണ്ടാകുകയില്ല. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് സഖാവ് മുകുന്ദനാണ്. പാർട്ടി വിട്ട് ശത്രുവിൻ്റെ പാളയത്തിലെ കരുവായി മാറിയപ്പോൾ CC മുകുന്ദൻ വർഗവഞ്ചകനാണ്. അങ്ങനെ പോയ ഒരാൾ, പ്രലോഭനത്തിനോ പണത്തിനോ വഴങ്ങിപ്പോയ ഒരാൾ പറയുന്ന ഒരു വർത്തമാനത്തിനും ഉത്തരം പറയാൻ ശ്രമിക്കേണ്ടതില്ല. അതെല്ലാം ബാലിശമാണ്. ഞങ്ങൾ തള്ളിക്കളയുന്നു. സംശയം എന്ത്? നാട്ടുകയിൽ അതിൻ്റെ എല്ലാ പാരമ്പര്യവും വീണ്ടും ഉയർത്തിപ്പിടിക്കപ്പെടും. അവിടെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി വിജയിച്ചിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.